Can you hear me? Thank you so much for joining today's session. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളുടെ സെഷൻ ആരംഭിക്കുക. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓരോ ദിവസവും നമ്മൾ പുതിയ സെഷൻ, പുതിയ ഡിസ്കഷൻസുമായിട്ട് നമ്മൾ വരാറുണ്ട്. ഇന്നും നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു ഡിസ്കഷനിലേക്ക് വന്നിരിക്കുകയാണ്. സോ hope you are ready. If you are ready and excited, just comment down RE എന്ന് കമന്റ് ചെയ്യുക. If you are ready and excited, just comment down RE. Okay? Comment down RE. Okay. Okay, thank you so much. Thank you so much. Thank you so much for commenting. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെ 100% ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വളരെ ഫോക്കസോട് കൂടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, ഫോക്കസ് വേഴ്സസ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന വിഷയം സംസാരിക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ 1-2 ഷെയർ ചെയ്ത കുറച്ച് മെസ്സേജുകൾ ഇതിൽ ഉൾപ്പെടും. സോ മേ ബി നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റിമൈൻഡർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ. സോ ഫോക്കസ് വേഴ്സസ് ഡിസ്ട്രാക്ഷൻ. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഫോക്കസ് ഉണ്ടെങ്കിലേ, ഒരു ഗോൾ ഉണ്ടെങ്കിലേ, അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് എന്താണ്? നമ്മളെ ലൈഫിൽ പരാജയപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ നോക്കുക, നമ്മളോട് ചോദിക്കുക, നമുക്ക് ഫോക്കസ് ഉണ്ടോ? അതായത് വിജയിപ്പിക്കുന്ന, ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്, നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ്? അതല്ല നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്? അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ ദുശ്ശീലങ്ങളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളെ നശിപ്പിക്കുന്ന, ഡൗൺ ആക്കി കളയുന്ന കാര്യങ്ങളാണ്. എല്ലാ ദുശ്ശീലങ്ങളും നിങ്ങൾ ഡൗൺ ആക്കി കളയുന്ന, നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ എന്തെല്ലാം ദുശ്ശീലങ്ങളുണ്ട്, അതിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. ആ ദുശ്ശീലങ്ങളെ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചിലേക്ക്, വെല്ലുവിളിയിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത്. സോ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. സോ ഡിസ്ട്രാക്ഷൻസിലേക്ക് നിങ്ങൾ പോകാതെ നോക്കുക. ഡിസ്ട്രാക്ഷൻസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്ന നിങ്ങളുടെ ദുശ്ശീലങ്ങൾ എന്താണ്? സോഷ്യൽ മീഡിയ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, അല്ലെ? വേറെന്താ ഡിസ്ട്രാക്ഷൻ ഉള്ളത്? സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ. നിങ്ങൾക്ക് ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ അതിൽ കാണുന്നത്, സമയം ചെലവഴിക്കുന്നത്. വേറെന്താ ഉള്ളത് സോഷ്യൽ മീഡിയ അല്ലാതെ? വാട്ട് എൽസ്? വേറെന്തൊക്കെയാ ഉള്ളത്? ഒന്ന് പറയാൻ പറ്റും? വേറെ സോഷ്യൽ മീഡിയ അല്ലാതെ എന്താ ഉള്ളത്? കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് തന്നെ പറയാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. ആങ്സൈറ്റി. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയി പോകുന്നു. വേറെ എൻജോയ്മെന്റ്. ചില എൻജോയ്മെന്റുകളുണ്ട്, മടികളുണ്ട്. ഓക്കെ, വെറുതെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു.
ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇതിനു മുൻപ് പലതവണ ഡിസ്കസ് ചെയ്തതാണ്. ഓവർ ഈറ്റിംഗ്, ഓക്കെ, അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. ഓക്കെ, ടെൻഷൻ വല്ലാണ്ട് വരുന്നു, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അതാണ് ടെൻഷൻ, അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. വേറെന്താ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? വേറെന്താ ഉള്ളത്? ഓക്കെ, സോ പറയൂ, ഇപ്പൊ കേൾക്കുന്നില്ലേ? യാ, അപ്പൊ പലർക്കും പല രീതിയിലുള്ള സംഗതികൾ കാണാം. പല ടെൻഷനാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം. വല്ലാത്ത സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റുള്ള നെഗറ്റീവ് ചിന്തകൾ, അങ്ങനെ പല രീതിയിലേക്ക് നമുക്ക് സ്ട്രെസ് ഫോക്കസ്ഡ് ഡിസ്ട്രാക്ഷൻ സംഭവിക്കാം. നമ്മൾ ഒരു ദിവസം നമ്മൾ എങ്ങനെ ആരംഭിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഫോക്കസ് എങ്ങനെ നിലനിർത്തണം നോക്കാം. നമ്മളിൽ അധികം ആൾക്കാരും എന്താ വെച്ചാൽ ഫോക്കസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും, അച്ചീവ്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കും. നമ്മളുടെ ലൈഫ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അച്ചീവ്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന, ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്ന നമ്മൾ, എത്ര പേര് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാറുണ്ട് എല്ലാ ദിവസവും? ഉള്ളവരൊന്ന് കമന്റ് ചെയ്ത് മീ എന്ന്, ഇല്ലാത്തവർ നോ എന്ന് കമന്റ് ചെയ്യും. ചെയ്യുന്നവർ മീ എന്ന് കമന്റ് ചെയ്യുക, ഇല്ലാത്തവർ നോ എന്ന് കമന്റ്. ഓക്കെ, കമന്റ് ചെയ്തോ? യെസ്, ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്, എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്നില്ല. ചെയ്യാത്തവരെന്ത് ചെയ്യണം? ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ അന്നത്തെ ഗോളുകൾ എന്തായി, നിങ്ങളുടെ ടാസ്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, ഇവിടെ നമ്മുടെ ഒരു ദിവസത്തെ ഹൈസൻഹോവർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ഒരു മെട്രിക്സ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. ഓക്കെ, ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇനിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എപ്പോഴും നോക്കേണ്ടത്, ഇതുപോലൊരു കോളം വരയ്ക്കുക. നിങ്ങളുടെ ആ ഒരു ഡയറി അല്ലെങ്കിൽ ആ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഇതുപോലൊരു കോളം വരയ്ക്കുക. ആ കോളത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ടന്റ്, അർജന്റ് എന്ന് പറഞ്ഞൊരു കോളം വരയ്ക്കുക. ഇമ്പോർട്ടന്റ്, അർജന്റ്, അത് മാത്രം നിങ്ങൾ ചെയ്യുക. ഇമ്പോർട്ടന്റ്, അർജന്റ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണ്, അർജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ട്? രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ്. ഞാൻ ചെയ്യേണ്ടതാണ്, പക്ഷെ അർജന്റ് അല്ല, ഇപ്പൊ ചെയ്യേണ്ടതല്ല. അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അത് നീട്ടി വെക്കണം, ഷെഡ്യൂൾ ചെയ്യണം. അത് പ്ലാൻ ചെയ്യുക. ഇപ്പൊ ചെയ്യേണ്ടതല്ല, നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇപ്പൊ ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു പ്ലാൻ ആക്കിയിട്ട് മാറ്റി വെക്കുക, ഷെഡ്യൂൾ ചെയ്യും. മറ്റൊരു ടൈമിലേക്ക് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് വെക്കും. മനസ്സിലായോ? അടുത്തതെന്ന് പറയുന്നത് അർജന്റ് ആണ്, ഇപ്പൊ ചെയ്യേണ്ടത്, നോട്ട് ഇമ്പോർട്ടന്റ്. ഞാൻ ചെയ്യേണ്ടത് അർജന്റ് ആണ്, പക്ഷെ ഞാൻ ചെയ്യേണ്ടതല്ല. അതെന്താ ചെയ്യേണ്ടത്? വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. വേറെ ആളുടെ ഹെൽപ്പോട് കൂടി ചെയ്താൽ മതി. അങ്ങനെയുള്ളതിന് ഒരാളെ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സമയമുണ്ടാകും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും. അധികം ആൾക്കാരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാത്തതിന്റെ കാരണം എല്ലാ ടാസ്കുകളും നിങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. യെസ് ഓർ നോ?
എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുന്നു. ഇത് ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം. ഒരു ടീം മെമ്പറെയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പറെയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടറെയോ അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോ ഒന്നും നമ്മൾ എടുക്കില്ല. അവർക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് അയാളെ ഏൽപ്പിക്കില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങൾക്കിത് ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള തിങ്കിങ് ആണ്. യെസ് ഓർ നോ? ആ തിങ്കിങ് എന്ത് ചെയ്യുക നിങ്ങൾ ഒഴികെ. അടുത്തത് എന്താണ്? എലിമിനേറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ? നിങ്ങളത് വേറെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അർജന്റും അല്ല, നിങ്ങൾ ചെയ്യേണ്ടതുമല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട പണിയല്ല, അത് അർജന്റും അല്ല, ഇപ്പൊ ചെയ്യേണ്ടതുമല്ല. അങ്ങനെയുള്ള സംഗതികളുണ്ട്. നോട്ട് ഇമ്പോർട്ടന്റ് ആൻഡ് നോട്ട്. അതായത് അത് നിങ്ങളുടെ ലൈഫിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് സോഷ്യൽ മീഡിയ കാണാം. അർജന്റ് ആണോ? അല്ല. നോട്ട് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ചെയ്യേണ്ടതാണോ? അല്ല. അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യും. ലൈഫിൽ രക്ഷപ്പെടണം, ഹൈസൻഹോവർ മെട്രിക്സ് മാത്രം അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിൽ രക്ഷപ്പെടും. മനസ്സിലായോ ഈ പറഞ്ഞത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ ലൈഫിൽ വലിയ രീതിയിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ഹൈസൻഹോവർ മെട്രിക്സ് എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഹൈസൻഹോവർ മെട്രിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്? എത്ര പേരുണ്ട് ബിസിനസ് ചെയ്യുന്നവര്? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ യു ഹാവ് ടു ബിൽഡ് എ ടീം. നിങ്ങളുടെ പ്രോജക്റ്റുകൾ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റുകളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിൽഡ് എ ടീം ആസ് സൂൺ ആസ് പോസിബിൾ. എത്ര പെട്ടെന്ന് നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യണോ അത്ര പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യും. യു ഹാവ് ടു ബിൽഡ് എ ടീം. ടീമിനെ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ പ്രോജക്റ്റുകൾ സക്സസ്ഫുൾ ആക്കുക, നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ? നിങ്ങൾക്ക് വിജയിക്കണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റിൽ സമയം ലഭിക്കണോ? രക്ഷപ്പെടണോ? യു ഹാവ് ടു ഡു ദിസ്. പരമാവധി ആൾക്കാരിൽ വീഡിയോ ഒന്ന് വരും കേട്ടോ. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. അപ്പൊ പറഞ്ഞത് എന്താണ്? ഹൈസൻഹോവർ മെട്രിക്സ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ പഠിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അർജന്റ് ഏതാ നിങ്ങൾ ചെയ്യേണ്ടത്? ഏത് ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്തേ. ഏതാ ചെയ്യേണ്ടത്? മനസ്സിലാവരുന്ന് കമന്റ് ചെയ്യും. ഏതാ നിങ്ങൾ, ഏത് ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏത് ടാസ്ക് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഏത് ടാസ്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അർജന്റ്, ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് അല്ലെ? നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത്, അർജന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യൽ അർജന്റ് ആണ്, ഇപ്പൊ ചെയ്യേണ്ടതാണോ? ഇപ്പൊ ചെയ്തില്ലെങ്കിൽ കിട്ടൂല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അർജന്റ് ആണോ? അതേപോലെ ഞാൻ ചെയ്യേണ്ടതാണോ? നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതാണോ? നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചാൽ മതിയോ? അല്ലെങ്കിൽ വേറെ ആരെയും അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമോ? ചോദിക്കാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടതാണോ, ഇപ്പൊ ചെയ്യേണ്ടതാണോ? ഓക്കെ. ഇനി നിങ്ങൾ ഡിസ്ട്രാക്ഷനിലേക്ക് പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടല്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഒരു നല്ല വ്യക്തിത്വമുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പണിയാണോ ഞാൻ ചെയ്യാൻ പോണത്? അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു വ്യക്തിത്വം ഉള്ള, വിജയിക്കുന്ന വ്യക്തിയായിട്ടുള്ള, സ്വപ്നം കാണുന്ന വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യാൻ പോകുന്ന കാര്യമാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്? സ്വയം ചോദിക്കാം. ക്ലിയർ ആണോ? തെറ്റായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വല്ലാണ്ട് പ്രേരണ വരും അല്ലെ? സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് ഇല്ലാണ്ടതാവും. ട്രോമ ഹീലിംഗ്, നമ്മൾ EFT, അതേപോലെ SEFT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട്
EFT ഉണ്ട്, SEFT ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക എന്താണ് SEFT? വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ കേൾക്ക്. അപ്പോ അത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹീൽ ചെയ്യാം. ഹീൽ ചെയ്തിട്ട് പുറത്തു കിടക്കാം. അപ്പൊ അങ്ങനെ ഹീൽ ചെയ്തിട്ട് പുറത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ഇത് അങ്ങനെ ഒരു സംഗതി പഠിക്കാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പവർഫുൾ ടെക്നിക്ക് ആണെന്ന് വെച്ചാൽ, മാതൃകാപരമായ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്ന് സ്വയം ചോദിക്കുക. ശരിയായ ഒരു ചിന്താഗതിയുള്ള, പക്വതയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണോ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് സ്വയം ചോദിക്കുക. അത് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എന്നിട്ട് ചോദിക്കുക വേണോ വേണ്ടിയോ. ദ സിമ്പിൾ ആസ്ക്. ഒറ്റയടിക്ക് തീരുമാനം എടുക്കുകയും ചെയ്യുക. സെക്കൻഡ് തോട്ടിന് സമയം കൊടുക്കാതിരിക്കുക. അപ്ലൈ 5 സെക്കൻഡ് റൂൾസ്. അവിടെ 5 സെക്കൻഡ് റൂൾസ് അപ്ലൈ ചെയ്യുക. ചോദിക്കുന്നു, തീരുമാനമെടുക്കുന്നു, ഉടനെ തന്നെ ആ ഒരു സംഗതിയിൽ നിന്ന് പിന്മാറുന്നു. 5 സെക്കൻഡ് റൂൾ എന്താണ്? ഉടനെ 5 മുതൽ 0 വരെ കൗണ്ട് ഡൗൺ ചെയ്യുന്നു. 5, 4, 3, 2, 1 ഗോ. അതായത് 5 മുതൽ 1 വരെ കൗണ്ട് ഡൗൺ ചെയ്തിട്ട് നേരെ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്ന നല്ല കാര്യം, ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ചീത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിലിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സുഖമില്ല, ഒരു രസമില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ അവിടെ മടി പിടിച്ചിരിക്കാനോ കിടന്നുറങ്ങാനോ അതിനൊക്കെയാണ് നിങ്ങൾ എന്താ പറയാ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ അതല്ല, നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 5, 4, 3, 2, 1 ഗോ. 5, 4, 3, 2, 1 ഗോ. മനസ്സിലായോ? 5, 4, 3, 2 പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നേരെ എണീറ്റിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി പോവാം. അപ്പൊ നിങ്ങൾക്ക് കുളിച്ചിട്ട് എന്ത് വെച്ചാൽ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുളിച്ചിട്ട് ഓഫീസിൽ പോകണം. പക്ഷെ മടി പിടിച്ച് കിടക്കുകയാണ്. 5, 4, 3, 2, 1 ഗോ. Get up and do it. Just get up and do it. ചിന്തിക്കാൻ സമയം കൊടുക്കും. കുളിക്കണം, ഇപ്പോഴേക്ക് എണീക്കുമ്പോൾ കുളിക്കും. കൂടുതൽ മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വേറെ കാര്യം ചിന്തിക്കാം. ഞാനൊരാളുടെ സ്റ്റോറി പറഞ്ഞത്. ആളുടെ പേര് കോബി ബ്രയന്റ് എന്നുള്ള പേരാണ്. കോബി ബ്രയന്റ്. കോബി എന്ന് പറയുന്ന ആളൊരു അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹത്തിന് ഒരു ഫിലോസഫി ഉണ്ട്, മംബ മെന്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോസഫി. ആ ഫിലോസഫി പ്രകാരം അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അദ്ദേഹത്തിന് അസുഖം വന്നാലും അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം പ്രാക്ടീസ് ചെയ്യും, ജോലി ചെയ്യും, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. അതൊരു വല്ലാത്ത മെന്റാലിറ്റി. അയാൾക്ക് 102 ഡിഗ്രി സെൽഷ്യസ് ലെവലിൽ പനിയുള്ള സമയത്ത് പോലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും ടൂർണമെന്റ് ഗെയിം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അദ്ദേഹത്തോട് അടിക്കുന്ന ഡയലോഗ് എന്താ വെച്ചാൽ, നീ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ലടോ, നിന്റെ ഫീലിങ്സ് ഒന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, നീ അതിനെ അടിമപ്പെട്ട് കിടക്കരുത്. ഇറ്റ്സ് നത്തിങ്, ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. നോ വൺ കെയർസ്. മറ്റുള്ളവർ നീ എന്ത് ചെയ്യുന്നു, നിനക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഡസന്റ് മാറ്റർ. നിനക്ക് വിജയം വേണോ, നിനക്ക് കാര്യങ്ങൾ വേണോ, നീ പോയിട്ട് പണിയെടുത്തേ പറ്റൂ. സോ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യം. ചില സമയങ്ങളിൽ എനിക്ക് എന്താ വെച്ചാൽ ഒരു മടിയോ ക്ഷീണോ സംഗതികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയുന്നത്, വരാണ്ടിരിക്കൂല കേട്ടോ, നമ്മളെല്ലാവർക്കും വരും. ഹോർമോണൽ ചേഞ്ച് നടക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് മൂഡ് സ്വിങ്സ് ഉണ്ടാകും, നമ്മുടെ ഹോർമോൺ ചേഞ്ചസിനനുസരിച്ച് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഏതെങ്കിലും പുതിയ ട്രോമ ട്രിഗറായി വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അതിന്റെ ചിലപ്പോൾ സ്ട്രെസ് വന്നേക്കാം. പല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യും? മൂഡ് സ്വിങ്സ് വരും, ഡൗൺ ആവും, ചലഞ്ചസ് വരും. പക്ഷെ ആ മൂഡ് സ്വിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ കണ്ട ഒരു വളരെ ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ പറയാം, അതിലേക്ക് വരാം. അപ്പോ ഇങ്ങനെയുള്ള സംഗതിയിൽ വരുന്ന സമയത്ത് ഞാൻ ഈ കോബി പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് എന്ത് ചെയ്യും? ഞാൻ മനസ്സിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവരും. 100 ഡിഗ്രി സെൽഷ്യസിൽ കളിച്ചവനാണ്, 102 ഡിഗ്രി സെൽഷ്യസ് പനിയുള്ള സമയത്ത് കളിച്ചിട്ടുള്ള ആളാണ് ആര്? അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് കോബി. പുള്ളി പറയുന്നത് വെച്ചാൽ യു ആർ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്.
നിന്റെ ഫീലിങ്സും അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ടെൽ യുവർ സെൽഫ് യു ആർ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. യുവർ ഫീലിങ്സ് ആർ നോട്ട് അത് അത്ര വലിയ എന്തോ ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കേണ്ട സംഗതിയൊന്നും ഇല്ല എന്നീ വെറുതെ വലുതാക്കല്ലേ ചിന്തിച്ചിട്ട്. നീ എണീറ്റ് പോയിട്ട് അങ്ങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലോകം ഇടിഞ്ഞ് വീഴൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കൊന്നുമില്ല. സോ സ്റ്റോപ്പ് worrying, സ്റ്റോപ്പ് whining ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ്. ചെറിയ കുട്ടികളെ പോലെ കിടന്നിങ്ങനെ കരയാതെ മോങ്ങാതെ സങ്കടപ്പെട്ട് മടി പിടിച്ചിരിക്കാതെ just get back in the game, go and do it, because no one really cares. നിന്റെ ജോലി നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നീ മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന്റെ ആ ഒരു മെന്റാലിറ്റി ഭയങ്കര പവർഫുൾ മെന്റാലിറ്റിയാണ്. ഇത് എല്ലായ്പ്പോഴും അപ്ലിക്കബിൾ അല്ല കേട്ടോ. നമ്മൾ വല്ലാണ്ട് ട്രോമയിലൂടെയും ഡിപ്രഷനിലൂടെയും കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലിക്കബിൾ അല്ല. ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഇത് അപ്ലിക്കബിൾ ആണ്. ഈ നോർമൽ ഹ്യൂമൻ ബീങ് ഇത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഡിപ്രഷനിലൂടെ കടന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതൊരു വല്ലാത്ത സ്ട്രോങ് മെന്റാലിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ട്? അങ്ങ് എണീക്കി അങ്ങ് പോവുക, ചെയ്യാം, ചെയ്തേ പറ്റൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ, നമ്മൾക്ക് മൂഡ് സ്വിങ്സ് നമ്മൾ വല്ലാണ്ട് ഡൗൺ ആയാലും നിൽക്കുന്ന സമയം ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും നല്ല ഫൈറ്റ് നടക്കുക, ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു, എന്താ കാര്യം, എന്താ മൂഡ് സ്വിങ്സ് ആണ്, അതുകൊണ്ടാണ് ഫൈറ്റ്. ഭാര്യയ്ക്ക് മൂഡ് സ്വിങ്സ് ആണ്, ഭാര്യയുടെ മെൻസ്ട്രൽ പീരീഡ്സിന്റെ സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ആ ഒരു പീരീഡിലാണെന്ന് വെച്ചോളൂ. അപ്പൊ ഭാര്യയ്ക്ക് നല്ല മൂഡ് സ്വിങ്സ് ഉണ്ട്, നന്നായിട്ട് ഭർത്താവിനോട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഭർത്താവ് ഇറിറ്റേറ്റഡ് ആണ്, ഭർത്താവിനും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആളും ചിലപ്പോൾ തിരിച്ചെന്തൊക്കെയോ പറയും, വാട്ട് എവർ ഇറ്റ് ഈസ്. പെട്ടെന്നാണ് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത് ഈ ഫൈറ്റ് അടിക്കുന്നതിൻ്റെ ഉള്ളിൽ. എന്ത് ചെയ്യുന്നു, അപ്പൊ ഒരു മൂഡ് സ്വിങ്സും ഇല്ല, നേരെ പോയിട്ട് എന്ത് ചെയ്യുന്നു, വാതിൽ തുറക്കുമ്പോൾ അയൽപ്പക്കാരനാണ്, വളരെ നല്ല രീതിയിൽ സംസാരിക്കും. ഈ മൂഡ് സ്വിങ്സ് മൊത്തം ചേഞ്ച് ആയോ? മൂഡ് സ്വിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വി ക്യാൻ കൺട്രോൾ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ വേറൊരാള് നമ്മളുടെ ലൈഫിൽ നമ്മുടെ ഇമേജ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യും. ഇമേജ് കോൺഷ്യസ് അല്ലാത്തടത്ത് നമ്മൾ മൂഡ് സ്വിങ്സ് എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും. ഇമേജ് കോൺഷ്യസ് അല്ല ഇവിടെ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു ഇമേജും ഇല്ലല്ലോ, ഒരു വിലയില്ല. വിലയില്ലാത്തടത്ത് നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചൂഷണം ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. സ്വന്തം വീട്ടില്, സ്വന്തം മക്കളുടെ അടുത്ത്, സ്വന്തം മാതാപിതാക്കളുടെ സ്വന്തം കാരണം അവിടെ നമുക്കൊരു ഇമേജും ഇല്ല, ഒന്നും കീപ്പ് ചെയ്യാനല്ല, സത്യസന്ധമായിട്ടുള്ള നമ്മളാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊരാളെടുത്ത് നമുക്ക് നമ്മളുടെ ഏത് സിറ്റുവേഷനിലും നമുക്ക് ഇതിലൊരു തെളിവുണ്ടെന്നത് നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓൺലി ദ തിങ് ഈസ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. എനിക്ക് കൺട്രോൾ ചെയ്യണം, എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കണം. ആ ഡിസിഷൻ എടുക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൂഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സോ ഡോണ്ട് ബി എ വിക്ടിം. നമ്മൾ പെട്ടെന്ന് ഒരു വിക്ടിം മോഡിലേക്ക് പോകരുത്. നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമ്മൾ വിക്ടിം മോഡിലേക്ക് പോകും. വെൻ യു ആർ ഇൻ എ ചാലഞ്ചിങ് സോൺ, യു ആർ നോട്ട് ഇൻ എ വിക്ടിം മോഡ്. ഈ വീട്ടിൽ കാണിക്കുന്ന ഈ ബഹളം, പ്രശ്നങ്ങളും സംഗതികളൊന്നും പുറത്തിറങ്ങിയല്ലോ. പുറത്തിറങ്ങിയ പരാതിയില്ലല്ലോ. പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതികളില്ലല്ലോ. യെസ് ഓർ നോ? പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി സ്ഥലത്ത് ഇതൊന്നും കാണിക്കും. ഭാര്യയുടെ അടുത്ത് നല്ലോണം കാണിക്കും, ഭർത്താവിന്റെ അടുത്ത് നല്ലോണം കാണിക്കും, മക്കളുടെ അടുത്ത് നല്ലോണം കാണിക്കും. പുറത്തിറങ്ങിയാൽ ഒട്ടുക്കത്ത മാന്യം, പെർഫെക്ഷൻ, വളരെ നല്ലതാണ്. യെസ് ഓർ നോ? ബിക്കോസ് നമുക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാന്യത എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഏറ്റവും വലിയ മാസ്ക്.
അത് നഷ്ടപ്പെടാനൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മാന്യതയുടെ ഒരു ഇതിന് പുറത്തല്ലാതെ നമ്മൾ നല്ലൊരു ബെറ്റർ ആയി വ്യക്തിയായി മാറുന്ന ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മളെ പ്രാക്ടീസ് ചെയ്ത് ഹീൽ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇറ്റ്സ് എ ചോയ്സ് യു മേക്ക്. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരാളായിട്ട് പെരുമാറണം. അങ്ങനെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ അത് കൊണ്ടുവരാൻ സഹായിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ്സ് ഓൾ അബൌട്ട് ടേക്കിംഗ് എ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോൺസിബിൾ ആയിട്ട് എടുക്കുക. അടുത്ത എന്താണ്? നമ്മളുടെ ഒരു 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 ദിവസത്തെ ഒരു ചാർജ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ 5 മണിക്ക് എണീക്കുക. 5 AM ക്ലബ്, ജോയിൻ ദ 5 AM ക്ലബ് എന്ന് പറയും. 5 മണിക്ക് എണീക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? മെമ്പർ ആവും. രണ്ടാമത്തത്, എണീറ്റതിന് ശേഷമുള്ള 1 മണിക്കൂർ ഫോണ് ഉപയോഗിക്കാതിരിക്കുക. ചില ശീലങ്ങളാണ് ഞാൻ പറയുന്നത്. ചാർജ് കൾച്ചർ എന്ന് പറഞ്ഞ ചാർജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത കൾച്ചറാണ്. അടുത്തത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുക. നാലാമത്തത് മെഡിറ്റേഷൻ ചെയ്യാം. ഒന്നുകിൽ മെഡിറ്റേഷൻ ആദ്യം ചെയ്യാം, എന്നിട്ട് എക്സസൈസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. യോഗയൊക്കെ ചെയ്യുന്നവർ യോഗ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവസാന ഭാഗത്താണ് മെഡിറ്റേഷൻ വരാറ്. ഓക്കെ, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ദെൻ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക. റീഡിങ്, വായനയിൽ സമയം ചെലവഴിക്കും. ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, ദെൻ റീഡിങ്. ഒന്നുകിൽ എന്തെങ്കിലും കുറച്ച് സമയം വായിക്കുക, അതേപോലെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. 9:30 ആകുമ്പോഴേക്കും ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലേക്ക് കിടക്കുക. പഠിക്കുന്നവരാണെങ്കിൽ പഠനത്തിലേക്ക്, വീട്ടമ്മമാരാണെങ്കിൽ എന്തെങ്കിലും പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഗതികളോ പഠനമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടു ജോലികളോ തുടരുകയോ എന്താ വെച്ചാൽ ചെയ്യാം. അടുത്ത എന്താണ്? നോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക വർക്ക് ചെയ്യുന്ന സമയം. അടുത്തൊരു സംഗതി പറയുന്നത്, ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എനർജറ്റിക് ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന സമയം ഷെയ്ക്ക് ഹാൻഡുകളൊക്കെ പോസിറ്റീവ് ആകും. ഗുഡ് മോർണിംഗ് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നത് നല്ല രീതിയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അടുത്ത ഹഗ് ചെയ്യാൻ പറ്റുന്നവർ ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഹഗ് ചെയ്യാൻ പറ്റുന്നവർ നമ്മൾ എന്ത് ചെയ്യുക? ഹഗ് ചെയ്യും. നല്ല പോസിറ്റീവായിട്ട് ഹഗ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ വിശേഷം, സുഖമാണോ, ഓക്കെയാണ്, ഹഗ് ചെയ്യുക. കാരണം ഹഗ്ഗിങ് എന്ന് വെച്ചാൽ ഭയങ്കര ചിലർക്ക് ആവശ്യമുള്ള സംഗതിയാണ്. ഹഗ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട്. ദെൻ അപ്രീഷിയേറ്റ് 10 പീപ്പിൾ. 10 ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്രീഷിയേറ്റ് ചെയ്യും. എല്ലാ ദിവസവും തീരുമാനം എടുക്കുക. 10 പേര് അപ്രീസിയേഷൻ ഒരു ശീലമായി മാറണം. 10 പേരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്, അഭിനന്ദിക്കുന്നതാണ്, അവരുടെ നല്ല ക്വാളിറ്റീസ് കണ്ടെത്തി അവരോട് ഞാൻ സംസാരിക്കുന്നതാണ്. അടുത്ത എന്താണ്? ദെൻ നിങ്ങൾ എന്ന് വെച്ചാൽ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ദെൻ അഗെയിൻ വീട്ടിൽ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു 6 മണിയോടുകൂടി തിരിച്ചു വരാം. പിന്നെ ഡിന്നർ കോൺഫറൻസ്, മക്കളുടെ കൂടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഡിന്നർ കോൺഫറൻസ് എന്താണ്? രാത്രി ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാവരുടെ വിശേഷങ്ങളും സംഗതികളൊക്കെ സംസാരിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ അതിനെല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും ഫാമിലി ടൈം എപ്പോഴും ഒരുമിച്ചുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു റൂള് കൊണ്ടുവരും. അടുത്തത്, നോ ഫോൺ ഫോർ ലാസ്റ്റ് 1 hour ബിഫോർ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുൻപ് 1 മണിക്കൂർ മുമ്പ് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ അടുത്ത പോയിന്റ്, 10 മണിക്ക് ഉറങ്ങുക. 10 മണിക്ക് ഉറങ്ങുക. 10 മണിക്ക് ഉറങ്ങിയാലാണ് 5 മണിക്ക് നിങ്ങൾക്ക് എണീക്കാൻ പറ്റും. കാരണം 7 മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് വീക്ക് ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? യെസ്, ക്ലിയർ ആണ്. സോ ഈ ഒരു ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തു. ഇതൊരു ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നല്ല, പറ്റുന്നവർ ഫോളോ ചെയ്യാം. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 കാറ്റഗറി ആയിട്ടാണ്. അതായത് കാലത്ത് 5 മണി മുതൽ 9 മണി വരെ
നമ്മൾ നിങ്ങളോട് പറയുന്നത് പ്രിപ്പറേഷൻ എന്നുള്ള കാര്യമാണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറെടുക്കുക. മെന്റലി ആ ഒരു ദിവസത്തെ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കും. അതിൽ മെന്റലി, ഫിസിക്കലി, സ്ട്രാറ്റജിക്കലി തയ്യാറെടുക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, അത് മാനസികമായിട്ട് നിങ്ങൾ തയ്യാറെടുപ്പിലാണ്. മനസ്സിനെ ഷാർപ്പൺ ചെയ്യുന്നു, മൂർച്ച കൂട്ടുന്നു. അന്നൊരു ദിവസം വളരെ നല്ല ചിന്തകളുമായിട്ട് നല്ല ഗോളിനെ കുറിച്ച് ചിന്തിച്ച് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിലേക്ക് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കും. അതാണെന്ത് നിങ്ങളുടെ എന്താണത്? മെന്റലി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സസൈസ്. മെഡിറ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അടുത്തത് എക്സസൈസ് ചെയ്യും, ഫിസിക്കലി പ്രിപ്പയർ ചെയ്യും. നമുക്ക് 2 ആയുധമാണ് ഉള്ളതെന്ന് പറയാം. ഒരായുധം എന്ന് പറയുന്നത് മനസ്സാണ്, രണ്ടാമത് ശരീരമാണ്. ഇത് രണ്ടും ഉള്ളൂ നമുക്ക്. ഇത് രണ്ടും നല്ല മൂർച്ച കൂട്ടി വയ്ക്കും. ശരീരം മൂർച്ച കൂട്ടുക എന്ന് പറയുന്നത് നല്ല എക്സസൈസ്, നല്ല എനർജിയിൽ നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റും. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നല്ല എക്സസൈസ് ചെയ്ത് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രിപ്പറേഷൻ. അടുത്ത എന്താണ്? സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകേണ്ടതെന്നുള്ള ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, അച്ചീവ്മെന്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ആർ റെഡി ടു ഗോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലി ഒരു ബുക്ക് വായിക്കാം, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കുളിച്ച് ഫ്രഷായി നിങ്ങൾ നേരെ ജോലിക്ക് ഇറങ്ങും. 9 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ജോലിക്ക് ഇറങ്ങി 9:30 അല്ലെങ്കിൽ 9 മണിയോട് കൂടിയിട്ട് വാർ ആരംഭിക്കുകയാണ്. അതാണ് യുദ്ധം. രണ്ടാമത്തത് ഒന്ന് തയ്യാറെടുപ്പ്, രണ്ടാമത്തത് വാർ, യുദ്ധം. യുദ്ധം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം. എത്ര മണി വരെ? 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാക്സിമം നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള യുദ്ധം, നിങ്ങളുടെ ഗോളുകൾ. അപ്പൊ ആ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുക, യുദ്ധം വിജയിക്കണം. വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളോട് സോഷ്യൽ മീഡിയ ഉപയോഗം ആ സമയത്ത് ഒഴിവാക്കും. ആ സമയം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അഭിനന്ദനം അറിയിക്കുക. വളരെ നല്ല കരിയറിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദിവസം നിങ്ങൾ യുദ്ധത്തിന് പോയി, യുദ്ധം ജയിച്ചു. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ യുദ്ധം ചെയ്തു. പിന്നീട് എന്താ? യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതാണ് 6 മണിക്ക് ശേഷം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് കോൾഡ് സെലിബ്രേഷൻ. 6 മണി മുതൽ 10 മണി വരെ സെലിബ്രേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. 6 മണി മുതൽ മിനിമം 9 മണി വരെ സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആഘോഷിച്ച് ഫാമിലിയുടെ കൂടെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത്, മക്കളുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് രാത്രി 10 മണിയാകുമ്പോൾ ദെൻ വാട്ട് ഈസ് ദാറ്റ്? റെസ്റ്റ്. നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്തിനാ? അടുത്ത ദിവസത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ട്. അതാണ് 10 മണി മുതൽ 6 മണി. ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ഉപയോഗിക്കുക. ഓക്കെ, ദിസ് ഇസ് എ കോൺസെപ്റ്റ് ആയി ഡിസൈൻ. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വായിക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല. ഓക്കെ, എങ്ങനെയുണ്ട്? പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ, റെസ്റ്റ്. പ്ലാൻ യുവർ ഡേ വെരി വെൽ. ഇതാണ് നിങ്ങളുടെ ഐഡിയൽ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ പറയുക, ആൾക്കാർ പലപ്പോഴും ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു 4 പാർട്ടാക്കി തിരിച്ചു. നിങ്ങൾ ഇത് അങ്ങനെ ചെയ്തു ഇംപ്ലിമെന്റ് ചെയ്തു കേട്ടോ. തയ്യാറെടുപ്പ്, അടുത്തത് യുദ്ധം, അടുത്തത് ആഘോഷം, വിജയാഘോഷം, അടുത്തത് എന്താണ്? വിശ്രമം. ഇത്രയേ ഉള്ളൂ. വിശ്രമിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക. 8 മണിക്കൂർ വിശ്രമിക്കുക. 7 മണിക്കൂർ വിശ്രമിക്കുക. 5 മണി മുതൽ 9 മണി വരെ അല്ലെ? 6, 7, 8, 9 4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു?
തയ്യാറെടുപ്പ് നടത്തും. ദെൻ 9 മണി മുതൽ 10, 11, 12 ഏകദേശം 11 മണിക്കൂർ യുദ്ധം ചെയ്യുക. മാക്സിമം യുദ്ധം ചെയ്താൽ മതി. അതിൽ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരും അല്ലെ? വേണ്ട, ഒരു 10 മണിക്കൂർ യുദ്ധം ചെയ്താൽ അത് മാക്സിമം ആണ്. അത്രയും വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ 8 മണിക്കൂർ യുദ്ധം ചെയ്താലുണ്ട്. അതിനിടയിൽ ബ്രേക്ക് വരാൻ, കാര്യങ്ങൾ വരാം, യാത്രകൾ വരാം, ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ അതിന്റെ യുദ്ധത്തിന്റെ ഭാഗമാണ്. യുദ്ധത്തിന് പോകുന്നതടക്കം ഉള്ള യാത്രകളടക്കം, ഓഫീസിലേക്ക് പോകുന്നതടക്കം, ലൈക്ക് യു ആർ ലൈക്ക് ഗോയിങ് ഫോർ വാർ. യുദ്ധം ജയിക്കുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, തിരിച്ചു വരുന്നു വീട്ടിലേക്ക് 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി. കാരണം 5 മണി വരെ ജോലി ഉണ്ടാവുള്ളൂ. 9 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ 10 മണിക്ക് ജോലിക്ക് കയറും. 10 മണി മുതൽ 2 മണിക്കൂർ അവിടെയും ഇവിടെ 2 മണിക്കൂറും പോയി കഴിഞ്ഞാൽ ഒരു 8-9 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തേക്ക്. ലഞ്ച് ബ്രേക്കും വരും. ടോട്ടൽ 8 മണിക്കൂർ നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നുള്ളൂ. ഇടയിൽ ബ്രേക്ക് ഉണ്ട്, യാത്രകളുണ്ട്, ഇതെല്ലാം. അത് നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്നു. 6 മണിക്ക് വീട്ടിലെത്തി വിജയാഘോഷമാണ് നിങ്ങളുടെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ, രാജ്ഞിയുടെ കൂടെ. രാജാവ് യുദ്ധം ചെയ്ത് തിരിച്ചു വരികയാണ്. ചിലപ്പോൾ നിങ്ങൾ രാജ്ഞിയായിരിക്കും. രാജ്ഞി യുദ്ധത്തിന് പോയിട്ട്, ഝാൻസി റാണി യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരികയാണ്. രാജാവ് വേറെ യുദ്ധത്തിന് പോയിട്ടുണ്ടാവും. കം ആൻഡ് സെലിബ്രേറ്റ് വിത്ത് യുവർ ബേബീസ്. നിങ്ങളുടെ രാജകുമാരിമാരുടെയും രാജകുമാരന്മാരുടെയും കൂടെ നിങ്ങളുടെ കൊട്ടാരത്തിൽ, വീടെന്ന് പറയുന്ന കൊട്ടാരത്തിൽ വിജയാഘോഷം സെലിബ്രേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ രാത്രി 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങുക. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സാധനമുണ്ട്, ഇത് ഇവിടെ രാവിലെയും യുദ്ധമാണ്, രാത്രി യുദ്ധമാണ്. ഏത്? കുട്ടികളുടെ കൂടെ, മക്കളുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ. ആകെ കിട്ടുന്ന ഒരു വിശ്രമം ഉണ്ടെങ്കിൽ അത് തന്നെ ടെൻഷനിലാണ്. സോ നിങ്ങൾ ഈ ഒരു ലൈഫ് എന്താ വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു എന്താ പറയുക, സെലിബ്രേഷൻ ആയി മാറണമെങ്കിൽ, പ്രിപ്പറേഷൻ ആയിട്ട് മാറണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്രമമായിട്ട് മാറണം, അല്ലെങ്കിൽ ഫുൾ ടൈം 24 hours യുദ്ധമാണ്. ഇപ്പൊ നടക്കുന്നത് എന്താ? 24 hours യുദ്ധമാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല, അതും യുദ്ധമാണ്. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സോ കീപ് ഇറ്റ് സിമ്പിൾ. ലൈഫ് ഇങ്ങനെ ആവണം. അതിന് വേണ്ടിയിട്ട് ഹീലിംഗ് തുടരണം. ഹീലിംഗ് ചെയ്താലാണ്, മക്കളാണെങ്കിലും ശരി, അവർക്ക് കിട്ടിയ ട്രോമ ഹീൽ ചെയ്യണം. ജീവിത പങ്കാളി, 2 പേരും നമ്മളുടെ ലൈഫിൽ, നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങളുടെ ജീവിത പങ്കാളിയും ഹീൽ ചെയ്യും. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരവസ്ഥയിലേക്ക്, ഈ ഒരു ഐഡിയൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ശാന്തത വരും. നിങ്ങൾ യുദ്ധത്തിന് പോകില്ല, അനാവശ്യമായ യുദ്ധത്തിന് പോകില്ല അല്ലേ? കമർജാൻ പറയുന്നു, എത്ര ലേറ്റായി 12 മണിക്ക് കിടന്നാലും 4 മണിക്ക് കൊണ്ടുവരും. അത് നല്ലൊരു പ്രവണതയല്ല കമർജാൻ. ഇത് വലിയ നേട്ടമായിട്ട് പറയരുത്. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ട സ്ലീപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും. അല്ല, അതിനെന്ത് ചെയ്യും സാർ? അല്ല, അതിനൊന്നും ചെയ്യാനൊന്നുമില്ല. 4 മണിക്ക് എണീക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നേരത്തെ ഉറങ്ങണം. അത് പ്രാക്ടീസ് ചെയ്യണം. വെച്ചിട്ടേ അല്ല, ടാപ്പ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് റിലാക്സ് ചെയ്യുക, കിടന്നുറങ്ങുക. ഉറക്കം വരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ആയുർവേദ മെഡിസിനൽ സപ്പോർട്ട്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഉറക്കം വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. അല്ല, അത് നേരത്തെ കിടന്നുറങ്ങുക. ഫോൺ എടുത്ത് മാറ്റി വെക്കുക. ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട വില്ല, അത് എടുത്ത് മാറ്റി കേട്ടോ. അല്ല, അതൊക്കെ മാറ്റി വെക്കും. ഫോൺ ഒഴിവാക്കും. അതിനോട് നോ പറയുന്നതിന് എന്താ കുഴപ്പം? അത് നിങ്ങളുടെ ഹൃദയമൊന്നും അല്ലല്ലോ. എടുത്ത് മാറ്റി വെക്കുന്നത് അത് നിങ്ങളുടെ തലച്ചോറൊന്നും അല്ലല്ലോ. അത് നിങ്ങളുടെ ശ്വാസമൊന്നും അല്ലല്ലോ എടുത്ത് മാറ്റി വെക്കുന്നത്. അതങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, അത്ര തന്നെ. അർജന്റുള്ള ആൾക്കാരെ, അനിയത്തിയോ അല്ലെങ്കിൽ വീട്ടുകാരെയോ മറ്റുള്ളവരെയൊക്കെ വിളിച്ചോളൂ. എല്ലാവർക്കും ഓരോ ഫോണില്ലേ. ഫ്രണ്ട്സൊക്കെ ചിലപ്പോ രാത്രി ആ ടൈമില് 9 മണിക്ക് വിളിക്കുക, കുറച്ച് സംസാരിക്കും. അങ്ങനെ വേണ്ട. എന്തിന് അങ്ങനത്തെ ഫ്രണ്ട്സ് വേണ്ട. രാത്രി 1 മണിക്ക് 2 മണിക്ക് വിളിക്കുന്നവരാണ്. 1 മണിക്കല്ല, ഇത് 8 മണിക്ക് 9 മണിക്കൊക്കെ ശേഷമൊക്കെ വിളിക്കാറ്. അപ്പൊ കുറച്ച് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങണോ? നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ നിശ്ചയിക്കേണ്ടത്? നിങ്ങളാണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. അതല്ല, ഫ്രണ്ട്സിന്റെ കയ്യിൽ കൺട്രോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗിവ് ദം. അത്രേ ഉള്ളൂ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണോ? നിങ്ങൾ തീരുമാനം എടുക്കും. ഫ്രണ്ട്സിനെ പോലെ രാത്രി 1 മണി 2 മണിക്കൊക്കെ ഉറങ്ങണോ? നിങ്ങൾക്ക് അങ്ങനെ ആവാം.
അപ്പൊ അവർക്ക് കിട്ടുന്ന ലൈഫ് തന്നെ നിങ്ങൾക്കും കിട്ടും. അവർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കും ഉണ്ടാവും. അതല്ല സർ, ചിലപ്പോ മോർണിംഗിൽ എന്താ ചെയ്യേണ്ടിയുള്ള തലേന്ന് ചെയ്തപ്പോ അപ്പൊ അതെങ്ങനെയും ഡിലേ വരുത്തുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തീരുമാനിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ലേറ്റ് ആവാതെ നേരത്തെ ഉറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അത്രേ ഉള്ളൂ. അതിനെതിരായിട്ട് വരുന്ന അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അതിനെ അവർ അതിങ്ങനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയണ്ട. നിങ്ങൾക്ക് തന്നെ അറിയാം വഴികൾ. ദ തിങ് ഈസ്, നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ തീരുമാനം എടുക്കുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന എനിക്കടക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളും ചാലഞ്ചസ് നേരിടുന്ന കേട്ടോ. ഞാൻ നിങ്ങളാരെയും കുറ്റപ്പെടുത്തുകയല്ല. ഐ ആൾസോ ഗോ ത്രൂ ദിസ് ചാലഞ്ചസ്. തിങ് ഈസ്, നമുക്ക് എത്ര കണ്ട് പരമാവധി നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും അത് ആലോചിക്കുക, സംസാരിക്കുക, നമ്മുടെ ജീവിത പങ്കാളിയായിട്ടൊക്കെ സംസാരിക്കുക. അല്ലേ? എനിക്ക് 5 മണിക്ക് എണീക്കണം, എനിക്ക് ഇനി കാര്യങ്ങൾ ചെയ്യണം, നേരത്തെ ഉറങ്ങണം, അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കാം, അല്ലെങ്കിൽ നീ എന്നോട് സഹകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണം, നമുക്ക് ഈ രൂപത്തിൽ മുന്നോട്ട് പോകണം, ഇനി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്നുള്ള ഒരു 2 പേരും ഒരുമിച്ച് ഒരു ഗോളിലേക്ക് വരണം. അപ്പോഴാണ് പോസിബിൾ ആവുക. സപ്പോർട്ടിങ് സിസ്റ്റം വേണം. എന്തിനാണ് ഇത് ചെയ്യുന്നത്? സ്വന്തം ഒരാളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത്. ലൈക്ക് വി വാണ്ട് ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്യും. സോ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പൊ എനിവേ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? നല്ല ശീലം ചലഞ്ചായി തുടങ്ങി പൂർത്തിയാക്കാൻ എത്ര ഡേയ്സ് വേണം? പ്ലീസ് ആൻസർ. ഫഹദ്, നല്ല ശീലം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? നല്ല ശീലം എല്ലാ ദിവസവും എല്ലാ കാലം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്തേ പറ്റൂ. ഇത് എത്ര ദിവസം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ മടിയാണ് കാണിക്കുന്നത്. അതൊക്കെ നമ്മുടെ ട്രോമ റെസ്പോൺസ് ആണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബിലീഫാണ്. ആ ബിലീഫിനെയാണ് പൊട്ടിക്കളയേണ്ടത്. എത്ര ദിവസം കൊണ്ട് എനിക്ക് ശീലമാകും? എത്ര ദിവസം കൊണ്ട് ഞാൻ രക്ഷപ്പെടും? എത്ര ദിവസം കൊണ്ട് ഞാനിത് ചെയ്യും? അങ്ങനെ സംഗതി ഇല്ല. ഉള്ളതുപോലെ പറയും. ഇന്ന് എനിക്ക് വേറെ മൂടാട്ടോ, വെള്ളം പോലെ പറയുന്ന മൂട്. ഓക്കെ, സത്യം വിളിച്ചു പറയുന്നൊരു മൂട്. അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാല് നമ്മുടെ ട്രോമയാണ്. നമുക്ക് നല്ല പെയിൻ ഉണ്ട്. അപ്പൊ ആ പെയിൻ എന്താ വെച്ചാല് നമുക്ക് അത് നമ്മൾ വല്ലാത്തൊരു വിക്ടിം മെന്റാലിറ്റിയിൽ നിൽക്കാം, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കാം. നമുക്കെന്താ വെച്ചാല് ഇത് എങ്ങനെയെങ്കിലും ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി പിന്നെ എന്റെ ഹാബിറ്റ് ആവുമോ? പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ആണ് നന്നാവുമോ? അങ്ങനെ സംഗതി ഇല്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കേടുവരുള്ളൂ. അല്ല സാർ, ഞാൻ ചോദിച്ചത് പിന്നെ നമ്മുടെ സാറിന് ഇപ്പോ പറയാറുണ്ടല്ലോ 40 ഡേയ്സ് ചലഞ്ച്, 90 ഡേയ്സ് ചലഞ്ച്, ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് ഇവിടെ വർക്ക്ഔട്ട് ആകുന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അല്ല, അതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് പലർക്കും പല രൂപത്തിലാണ്. കാരണം അവരനുഭവിച്ചുള്ള ട്രോമന്റെ പവറിനനുസരിച്ചിരിക്കും. നാച്ചുറലി പറയുന്നൊരു സംഗതിയാണ്. നോർമലി ഹ്യൂമൻ ബീയിങ്സിന് ടൈം എടുക്കുന്നതാണ്. 40 ഡേയ്സ് ഉണ്ട്, 21 ഡേയ്സ് ഉണ്ട്, 90 ഡേയ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിക്കൊള്ളുന്നില്ല. അത് കാരണം നിങ്ങൾ അനുഭവിച്ച ട്രോമ എത്ര കണ്ട് ഇന്റൻസ് ആണ്, എത്ര കണ്ട് നിങ്ങൾ അത് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതിന് എത്ര കണ്ട് അഡിക്റ്റഡ്, അതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവും. മനസ്സിലാവും? നമ്മൾ പുറകോട്ട് പോവാണെന്ന് തോന്നുമ്പോ ഒന്ന് ഇന്റൻസിഫൈ ചെയ്യുന്നതല്ലേ നല്ലത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇന്റൻസിഫൈ ചെയ്ത് നമ്മൾ പുറകോട്ട് അതാ പറയുന്നത്. ഒരിക്കലും എന്താ വെച്ചാൽ പൂർണ്ണ അപ്ലിക്കബിൾ ആവുന്ന ഒരു ലോ അല്ല അത് നോർമലി പറയുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്ത്, ഒരു ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാൾക്ക്, ട്രോമയൊന്നും ഇല്ലാത്ത ഒരാളുടെ ശരാശരി ആളുടെ അവസ്ഥയാണ് ആ പറയുന്നത്. ആ ടൈം എടുക്കും. അത്യാവശ്യം നല്ല ട്രോമയും പെയിനും സംഗതികളും അഡിക്ഷൻസും ഒക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂറോ ഡൈവർജന്റ് ആയിട്ടുള്ള ആൾക്ക് ഇതൊന്നും അപ്ലിക്കബിൾ അല്ല. അപ്പൊ അവിടെ നമ്മൾ എന്താ വെച്ചാൽ എല്ലാം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. 20 ദിവസം കണ്ടിന്യൂ ചെയ്യുക, തുടരുക, അല്ലെങ്കിൽ 30 ദിവസം കണ്ടിന്യൂ ചെയ്യുക, തുടർന്ന് നോക്കുക. അതൊരു സൈഡ് കൂടെ നടക്കട്ടെ. അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കാതിരിക്കുക. അപ്പൊ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒക്കെ റിസൾട്ട് കിട്ടുന്ന. ഇപ്പോഴും എനിക്ക് ആ ഒരു മടി വിട്ടിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഐ ഹാവ് സം ട്രോമാസ്, ഐ നീഡ് ടു ഹീൽ. ഞാൻ ഹീൽ ചെയ്യണം. കാരണം ആ ട്രോമാസ് ട്രിഗർ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് അത്രയും അഡിക്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് സംഭവിച്ചത്. ആ അഡിക്ഷനെ കട്ട് ചെയ്യണം വെച്ചാൽ ഇന്റേണലി SEFT അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഏത് തെറാപ്പിയാണ് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഹീൽ ചെയ്തിട്ട് പോകേണ്ടത്, അത് മറികടക്കേണ്ടത്, ആ അഡിക്ഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ട്രോമയാണ് എന്നെ അതിലേക്ക് വീണ്ടും ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ഇമോഷണൽ
അതായത് പലപ്പോഴും എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇമോഷണൽ മാസ്റ്ററി നേടുകയാണല്ലോ. ഇമോഷണൽ മാസ്റ്ററി എന്ന് പറയുമ്പോൾ ഇമോഷൻസിലൂടെ നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കുക, ഇമോഷണൽ കോഷ്യൻസ് വർദ്ധിപ്പിക്കുക. എഴുതി വെച്ചോ. EQ ആൻഡ് SQ വർദ്ധിപ്പിക്കുക. ഇത് വർദ്ധിപ്പിക്കുന്ന ആൾക്കാർക്കാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നല്ല ശീലങ്ങളായിക്കോട്ടെ ഇത് ഡെവലപ്പ് ചെയ്യാനും നല്ല സ്ട്രെങ്ത് ഉള്ള. ഇത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഹീലിംഗ് നടക്കണം. ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് പറയുന്നത് ഇമോഷണൽ കോഷ്യൻസ്. സ്പിരിച്വൽ കോഷ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ പോയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഒരു ഇമോഷൻസ് നമ്മളെ ബാധിക്കില്ല. ഇമോഷൻസ് ഇല്ലാത്ത അവസ്ഥ, ഇമോഷൻസ് ഫീൽ ചെയ്യാത്ത അവസ്ഥ. ഇമോഷൻസ് ഫീൽ ചെയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പെയിനും നമ്മളെ ബാധിക്കില്ല. അതാണ് സ്പിരിച്വൽ കോഷ്യൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു പെയിനും നമ്മളെ വല്ലാണ്ട് ബാധിക്കില്ല, ഹേർട്ട് ചെയ്യില്ല, സംഗതികളാണ്. വല്ലാത്തൊരു സ്പിരിച്വൽ സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് പോകുക. ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ കാര്യമാണോ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണോ? അത്ര പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ബട്ട് പ്രാക്ടീസ് ഇസ് മോർ ആൻഡ് മോർ ഓഫൺ. അത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അതിലേക്ക് നയിക്കും എന്നുള്ളതാണ്, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഇതൊരു ഈ റിസൾട്ടിന്റെ കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതി ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ ഇത്ര സമയം എടുക്കും, അത് കറക്റ്റ് ആണോ? തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ്, ഒരു ശരാശരി മനുഷ്യന്റെ അവസ്ഥ വെച്ചിട്ട്. പക്ഷെ നല്ല ട്രോമയും സംഗതികളും ഉള്ള ആൾക്ക് അത് അപ്ലിക്കബിൾ ആയിരിക്കില്ല. നിങ്ങൾക്കായിരിക്കില്ല പ്രശ്നം. ഇനി വേറെ സംഗതികൾ നമ്മൾ ഡൗൺ ആയി പോകും. വേറെ സൊല്യൂഷൻ എന്താ? ഞാൻ പറഞ്ഞിരുന്നു, സ്കിൽ പവർ ഓവർ വിൽ പവർ. ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു സ്കിൽ പവർ ഓവർ 2-3 ദിവസം മുമ്പ് അല്ലെ, കഴിഞ്ഞ വീക്കിൽ പഠിപ്പിച്ച മെത്തേഡാണ്. എന്താണ്? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിൽ പവറിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 6 സോഴ്സിൽ നിന്നുള്ള സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് വേണം. 3 സോഴ്സിൽ നിന്നുള്ള മോട്ടിവേഷനും 3 സോഴ്സിൽ നിന്നുള്ള സ്കില്ലും ഇതുണ്ട് എങ്കിൽ നമുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതായത് നമുക്ക് വേണ്ടത് പേഴ്സണൽ മോട്ടിവേഷൻ, സോഷ്യൽ മോട്ടിവേഷൻ, സ്ട്രക്ചറൽ മോട്ടിവേഷൻ. രണ്ടാമത്തത് നമുക്ക് വേണ്ടത് പേഴ്സണൽ എബിലിറ്റി, സോഷ്യൽ എബിലിറ്റി, അതേപോലെ സ്ട്രക്ചറൽ എബിലിറ്റി. ഓർമ്മയുണ്ട് ഈ പഠിച്ചത്? ഈ സംഗതി ഉണ്ടെങ്കിൽ ഒരാളുടെ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ ചോദ്യത്തിന് എന്താ വെച്ചാൽ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. ഇപ്പോഴും എന്തുകൊണ്ടാ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എഴുതിയിട്ട് തീരാത്തത്? പുതിയ പുതിയ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വരികയാണ് അല്ലെ, ലൈഫ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം പറയുന്നത് അധികവും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ അവരെങ്ങനെ ലൈഫിൽ ചേഞ്ച് ചെയ്തു, അവര് കുറച്ച് ആൾക്കാരിൽ നടത്തിയ പരീക്ഷണങ്ങൾ, അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആയിക്കോണമെന്നില്ല. ബിക്കോസ് എവ്രിബഡി ഈസ് യൂണീക്ക്. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ വേറെയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പോലുള്ള ഒരു ട്രോമ അനുഭവിച്ചിട്ടുള്ള ഒരാൾ ചിലപ്പോൾ വേറെ ഉണ്ടാവില്ല. നിങ്ങളുടെ ജേണി അല്ല അവരുടെ ജേണി. മനസ്സിലാകുന്നുണ്ട്? 100 ആളെ എടുത്തിട്ട് പരിശോധിച്ചു, 1000 ആൾക്കാരെ എടുത്ത് പരിശോധിച്ചു, അത് വെച്ചിട്ട് അവർക്കെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും 1001ാമത്തെ ആൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ രൂപത്തിലേക്ക്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. വർക്കൗട്ട് ആയാൽ വർക്കൗട്ട് ആവും, ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ എന്നെ ശരിയാക്കി എടുക്കും എന്നുള്ള ഒരു റെസ്പോൺസിബിൾ മൈൻഡിൽ ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, ഞാൻ എന്നെ ശരിയാക്കി എടുക്കും. എനിക്ക് പോയേ പറ്റൂ, എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്ക് റെഡിയാക്കിയേ പറ്റൂ, എന്റെ ലൈഫ് രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ക്ലിയർ ആണോ? സോ ഓൺലി ദാറ്റ് യു ക്യാൻ ഡു. ആ ഡിസിഷൻ എടുത്തിട്ട് എന്താ വെച്ചാൽ ഇത് എത്ര സമയം എടുത്താലും ഐ വിൽ ഡു ഇറ്റ്, നോ മാറ്റർ ഹൗ മച്ച് ടൈം. I will keep on trying, I will do it and do it. അപ്പൊ അവിടെ നമ്മളെന്താ വെച്ചാൽ എനിക്ക് ഇത്ര ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് ലഭിക്കുമായിരിക്കും എന്ന ഒരു വല്ലാത്ത ഏതോ ഒരു പ്രതീക്ഷയിൽ പോകണ്ട. കിട്ടുകയാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ദാറ്റ്സ് ഓൾ. അതിനെയൊന്നും ബേസ് ചെയ്തിട്ടല്ല ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. എന്റെ ലൈഫിൽ കിട്ടുന്നത് വരെ ഞാൻ ശ്രമിക്കും. മനസ്സിലാവണ്ട? സോ നന്നായിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ പല മെത്തേഡുകളുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആണെന്ന് അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ് ട്രൈ ചെയ്യും. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താറുണ്ട് ഒരുപാട് ആൾക്കാർ. കാരണം അവരുടെ ഇമോഷൻസിൽ നിന്ന് അവർ ഫ്രീ ആവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് യു കൻ യൂസ്. എനിവേ, ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.
എനി ക്വസ്റ്റ്യൻസ്? എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഐ എം റെഡി ടു ആൻസർ. ഇന്ന് എന്തെങ്കിലും പഠിച്ചത് പോയിന്റുകൾ ഷെയർ ചെയ്യും. ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ്. മംപ മെന്റാലിറ്റി ആവാം, കോബി ബ്രാൻഡിന്റെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ആവാം. വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ചാർജ് കൾച്ചർ ആവാം, അല്ലെങ്കിൽ 4 parts ഓഫ് ദ ഡേ, 4 ദിവസങ്ങൾ, ഒരു ദിവസത്തിന് 4 ഭാഗങ്ങളാക്കിയത്. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത്? ഒന്ന് ഷെയർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ പഠിച്ച, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന, മനസ്സിലാക്കാൻ പോകുന്ന പുതിയൊരു ഫിലോസഫി ഓർ പുതിയൊരു തോട്ട്സ് ഓർ ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഇന്ന് എന്താ നിങ്ങൾ പഠിച്ചു പുതിയത്? സംതിങ് ന്യൂ. ആർക്ക് വേണമെങ്കിലും പറയാം. ഒന്ന് പറയൂ. ഞാൻ മാത്രം സംസാരിച്ചാൽ വരാം. ഐ എം ടെല്ലിങ് യു. ഷെയർ യുവർ ഫീഡ്ബാക്സ്. അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമില്ലേ? പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൈദർ അലി സാർ പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത് തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ പൊതുവെ ഉണ്ടാവാറുണ്ടല്ലോ. സാധാരണ പറഞ്ഞ പോലെ ഹീലിംഗ് ചെയ്യാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഹീലിംഗ് വേണ്ട രീതിയിൽ നടക്കാത്ത ആളെ സംബന്ധിച്ചോളം ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും ഫീൽ ചെയ്യുക. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ 4 സെഷൻ, ഒരു ഡേ 4 പാർട്ടായി തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സൂപ്പർ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഓൾറെഡി ഞാന് 2023 ജൂൺ 4-ാം തീയതി റാവിസ് കടവിൽ വെച്ച് നടന്ന EFT-യിൽ പങ്കെടുത്താണ്, ഓഫ്ലൈൻ. ഓക്കെ. അപ്പോ EFT-യിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഒരു മൂവി ടെക്നിക്കിന്റെ ഒരു സെഷൻ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്ക്. ഓക്കെ. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് പരിഗണിക്കാൻ, ടീമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് നിയമം അറിയിക്കാം. എനിവേ, നെക്സ്റ്റ് നല്ലൊരു പോയിന്റ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. വേറെ ആരാണ് പറയാനുള്ളത്? ആരും ഒരാൾ പറയാൻ വന്നിരുന്നല്ലോ. പറഞ്ഞോളൂ. അസിയ പറഞ്ഞോളൂ. നമ്മൾ ഈ 4 ഈക്വൽ പാർട്ട് ആക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് സാർ പറഞ്ഞല്ലോ എന്ത് വന്നാലും ഞാനിത് ചെയ്യും എന്നുള്ള ഒരു മെന്റാലിറ്റി ചെയ്യണം. ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു പേടിയായിരുന്നു. പിന്നെ പറ്റുമോ എഴുതിയിട്ട് കാര്യമുണ്ടോ, അയ്യോ പിന്നെന്ന് പറഞ്ഞാല് ഇത് ചെയ്യണല്ലോ, ആ സമയത്തേക്ക് ഇതാണല്ലോ ചെയ്യേണ്ടത്. ചിലപ്പോ എഴുതിയ സമയത്ത് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയാവേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും അല്ലെ? അറിയേണ്ട ആവശ്യമില്ല. കാരണം അതായത് നമ്മളെപ്പോഴും എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും എഴുതി വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മോട്ടിവേഷൻ തന്നെ തിരിച്ച് പണി തരും. അതായത് നിങ്ങൾക്ക് ഈ ടു ഡു ലിസ്റ്റും സംഗതികളും പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ നിങ്ങൾ നോർമലി ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതായത് ഇത് നിങ്ങൾ ഒരു സൈഡിലൂടെ മോട്ടിവേറ്റ് ചെയ്യും, ഒരു സൈഡിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ തന്നെ എന്ത് ചെയ്യും? കൊന്നുകളയും. നിങ്ങളെ തന്നെ ഡിപ്രഷനിലേക്ക് നയിക്കും. പോസിറ്റീവ് തിങ്കിങ് അതിനെ പറയുന്ന പേരാണെന്ന് വെച്ചാൽ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന്. പോസിറ്റീവ് തിങ്കിങ് ടോക്സിക് ആയി മാറും. അതായത് അതെങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താ വെച്ചാൽ അൺറിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് ക്ലാസ് ഒക്കെ കേട്ട് മോട്ടിവേഷൻ ഒക്കെ കേട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എന്തായാലും ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഒക്കെ ടു ഡു ലിസ്റ്റ് എഴുതുന്നു, അച്ചീവ്മെന്റ് ലിസ്റ്റ് എഴുതി ആ കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, അയ്യോ ഡൗൺ ആയി. അതാണ് ടോക്സിക് പോസിറ്റിവിറ്റിയിലെ ഒരു സാധനം. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ എഴുതി വെക്കുക, നമ്മൾ പരമാവധി ശ്രമിക്കുക. നടന്നില്ലെങ്കിൽ മനുഷ്യ സഹജം, സ്വാഭാവികമാണ്. ഇച്ചൊക്കെ സാറല്ല, നടന്നില്ല, എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്യുക. അങ്ങനെ അപ്രോച്ച് ചെയ്യണം. ചിലപ്പം നടന്നേക്കാം, ചിലപ്പോ ഡൗൺ ആയേക്കാം. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ കറക്റ്റ് ഇറ്റ്, അങ്ങനെ പറയും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കമ്പാഷനേറ്റോട് കൂടിയിട്ട്, അതായത് നമുക്ക് മിസ്റ്റേക്സുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. നമ്മളായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാവരുത്. സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ബിസി ആയി പോയതുകൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ള സമയത്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിച്ചു റെഡി ആയിട്ട്. ഇല്ലെങ്കിൽ അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ഇതേ ലക്ഷ്യം സെറ്റ് ചെയ്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ച സംഗതി നമ്മൾ തളർന്നു. അതുകൊണ്ടാണ് അധികം ആൾക്കാർ കുടുങ്ങി പോകുന്നത്. അധികം ആൾക്കാരും ആ ഒരു ട്രാപ്പിലാണ്. അധികം ആൾക്കാരെന്ന് വെച്ചാൽ ഗോൾ സെറ്റ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡൗൺ ആവും. ആ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര സെൽഫ് ഹെയ്റ്റാണ്. ഭയങ്കരമായിട്ട് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സെൽഫ് ഹെയ്റ്റാണ്. അത് ഈ പെർഫെക്ഷനിസം തിങ്കിങ് അവർക്ക് കയറി തുടങ്ങും.
എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ഇങ്ങനെ ചെയ്യണം, എല്ലാം ടൈമിൽ ചെയ്യണം, ഇല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ മോശമാണ്, പരാജയപ്പെടും, അല്ലെങ്കിൽ ഞാനൊരു പരാജയപ്പെടുന്ന ഒരാളെ പോലെയാകും. കാരണം ഇതിനു മുൻപൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, വിജയിക്കുന്നവർ ഇങ്ങനെയാണ്, പരാജയപ്പെടുന്നവർ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്നവരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇവരല്ല എന്ന് പറയും. അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വെച്ചാൽ ഇവർ വിജയിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് സ്വയം മോട്ടിവേറ്റ് ചെയ്യും. വിജയിക്കുന്നവർ ഇങ്ങനെയാണ് ചെയ്യുക, എന്ത് സംഭവിച്ചാലും അവരവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും? വിജയിക്കുന്നവരും വിജയിക്കാത്തവരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗീയത ഉണ്ടാക്കിയെടുക്കും. അത് എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ അയ്യോ അവർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്കൊന്നും പറ്റുന്നില്ല കമ്പാരിസൺ എന്ന് എന്നൊരു പറയുന്ന തോന്നൽ. സംഗതി ഉണ്ടാക്കും. മനസ്സിലാകുന്നുണ്ട്? ആ സംഗതി അത് ഉണ്ടാക്കി വരുന്നത്. കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്ത് വെച്ചാൽ വലിയ വിഷമം വരും. ഉള്ളിൽ ഭയങ്കര കമ്പാരിസൺ എപ്പോഴും ഉണ്ടാകും. വിഭാഗീയത നമ്മളെന്ന് വെച്ചാൽ നല്ല കുട്ടി ചീത്ത കുട്ടി എന്ന് പറയുന്ന സാധനത്തിന്റെ മോട്ടിവേഷൻ വേർഷൻ ആണ് പരാജിതൻ വിജയിക്കുന്നവർ. ഉം. മനസ്സിലാകണ്ടോ? ആ കമ്പാരിസൺ അങ്ങനെ ഒരു സംഗതി പാടില്ല. നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിൽ എന്താ വെച്ചാൽ പരമാവധി ശ്രമിക്കുക. നമ്മൾ ഗോളുകൾ എഴുതി വെക്കുക. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഞാനത് ചെയ്തോളാം, ഞാൻ കറക്റ്റ് ചെയ്തു. അങ്ങനെ പതിയെ 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 അത് കറക്റ്റ് ചെയ്തു വരും. ചില ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഒരു 10-20 ടാസ്ക് നിങ്ങൾ എഴുതി വെക്കും. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചാണ്ട് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കും. ആദ്യത്തെ ഒരു ദിവസം ഉണ്ടാവും ആവേശം, രണ്ടാമത്തെ ദിവസം ആകെ ടയർഡാണ്. പിന്നെ ഒരു പരിപാടി ഉണ്ടാലോ ഒന്നും നടക്കില്ല, ആകെ പിടുത്തം വിട്ട് പിന്നെ അത് നീട്ടിവെക്കലിലേക്ക് ഇതായിട്ടുണ്ട്. നീട്ടി വെക്കലിലേക്ക് ഈ- പോകും. അത് നീട്ടി വെക്കലിന് അതിന് പിന്നെ അതിന്റെ കുറ്റബോധം ഡൗൺ ആയി. അതെ. അങ്ങനെയൊന്നും പാടില്ല. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 5 കാര്യം, ഒരു 3 കാര്യം, ഒരു 2 കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ശീലം ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരിക. ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതുക. 10, 15, 100 കാര്യങ്ങൾ എഴുതാതിരിക്കുക. എഴുതാം കുറച്ച് കാര്യങ്ങൾ, ഒരു 2 കാര്യം. ഇന്നിപ്പോ 2 കാര്യങ്ങളും മിനിമം ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 കാര്യം ചെയ്യണം. അത് ചെയ്തുകൂടെ? അത് ചെയ്യാം. എന്നിട്ട് പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യും. അങ്ങനെ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതൊരു ഇഷ്ടപ്പെട്ടൊരു ജോലിയായിട്ട് കാര്യങ്ങളായിട്ട് മാറും കേട്ടോ. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ആവേശം വരുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ ഇത്രയും ചെയ്യാനുണ്ടല്ലോ, ഈ ലിസ്റ്റ് ഇങ്ങോട്ട് കാണുമ്പോഴേക്കും നമുക്ക് ടെൻഷനാണ്, പിന്നെ സ്ട്രെസ്സാണ്. അതിന് പകരം എന്താ വെച്ചാൽ അത്ര ലിസ്റ്റ് അവിടെ ഉണ്ടാക്കി എഴുതി വെച്ചാൽ നോട്ടെ. പക്ഷെ അത് ഇന്ന് ചെയ്യേണ്ടതല്ല. ഇന്ന് നമ്മൾ പഠിപ്പിച്ചതാണ് അർജന്റ് ആയിട്ടുള്ളതും പിന്നെ ഏതാ ചെയ്യേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. അപ്പൊ അത് 2 3 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ചെയ്യാം. പിന്നെ സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ട്, മൂടുണ്ട്, ചെയ്യണമെങ്കിൽ ചെയ്തു. ഇല്ലെങ്കിൽ അപ്പോഴാച്ചാൽ ആ സമയത്ത് പിന്നെ ലൈഫ് പതിയെ പതിയെ തിരിച്ചു പിടിക്കും. ഓക്കെ, എപ്പോഴും വേറൊരു കാര്യമാണ്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ പയ്യെ തിന്ന പനയും തിന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പന ഒഴുകിയിട്ട് എന്ത് ചെയ്യും? നടക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിൽ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ശ്വാസം ആവും. ടാപ്പിംഗ് ഒക്കെ ചെയ്ത സമയത്തെ ഇങ്ങനെ എന്താ പറയാ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എനിക്ക് മാറ്റം വരുന്നുണ്ടോ, നമ്മൾ കൊടുത്ത അഫർമേഷൻ ഒക്കെ അങ്ങനെയാണല്ലോ എന്നിങ്ങനെ തോട്ട് ഇങ്ങനെ വരും. അല്ല, മനസ്സിലേക്ക് ഡൗട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ പറയാം ക്യാൻസൽ. ആ ചിന്ത കൊണ്ട് എനിക്ക് ഗുണമില്ല, ഇറ്റ്സ് ഓക്കെ, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, എനിക്ക് റിസൾട്ട് വരും, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു, എനിക്ക് റിസൾട്ട് വരുന്നുണ്ടോ. അങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു എന്താ പറയാ ഒരു 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 കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു, ഒരു മത്തൻ അല്ലെങ്കിൽ എന്താ പറയാ വട്ടവർ ഇട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൃഷി ചെയ്യാൻ വേണ്ടി നിങ്ങൾ മത്തന്റെ വിത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു. നിങ്ങൾ കുഴിച്ചിട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവോ? ഇത് മുളയ്ക്കോ? എപ്പം മുളയ്ക്കും? നോക്കിയിരിക്കുവോ? ഇല്ല. എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് നോക്കും, മുളയ്ക്കുന്നുണ്ടോ ഇല്ലേ. എന്നിട്ട് നേരെ എന്ത് ചെയ്യും? നോക്കിയിട്ട് എന്തെങ്കിലും മുളക്കുന്നില്ല, ഇതെന്തോ നശിച്ചു പോയിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അത് തോണ്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്താവും? നല്ല വളരുമല്ലോ അല്ലേ? എന്ന പോലെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് ആഗ്രഹങ്ങളും ഗോളുകളൊക്കെ കൊടുത്തിട്ട് എന്താ വെച്ചാൽ പിന്നെ ഇത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തോണ്ടി നോക്കുകയാണ്. നിങ്ങൾ വിത്ത് പാകി, എന്നിട്ട് ആ മണ്ണിൽ നിങ്ങൾ തന്നെ പോകുന്നുണ്ട് ചോദിക്കിട്ടെന്ന് ചോദിക്കുകയാണ്. ഡോണ്ട് ക്രിയേറ്റ്. ഓക്കെ, നിങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളാവണം, അല്ല നശിപ്പിക്കുന്ന ഒരാളാവണം. അതായത് രണ്ടും നിങ്ങൾ എടുക്കരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കേണ്ട. ഞാൻ പറഞ്ഞില്ല, ഇന്നെന്റെ മൂഡ് വേറെയാണ്, ഉള്ള പോലെ പറയുന്ന മൂടാണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ പണി ചെയ്യുക, അത് വൃത്തിക്ക് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഹാപ്പൻ ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്.
ഓക്കെ, ഓക്കെ സർ, താങ്ക് ദാറ്റ്സ് യു. ഇറ്റ്. അല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് നിൽക്കണ്ട, സിമ്പിൾ. ഈ പരിപാടിക്കൊന്നും നിൽക്കണ്ട, തോന്നിയ മാതിരി ജീവിച്ചോളൂ. മനസ്സിലാവുന്നുണ്ട്? അത് നിങ്ങൾ എന്ത് ചെയ്യും? തോന്നിയ മാതിരി ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ എത്തിക്കും, വല്ലാത്ത അപകടത്തിലേക്ക് എത്തിക്കും. ദാറ്റ് ഈസ് ആൾസോ യുവർ ചോയ്സ്. ഓക്കെ, പക്ഷെ എന്താ വേണ്ടത്? അങ്ങനെ ജീവിച്ചോളൂ നല്ലോട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി. അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്, സാരമില്ല. ഈ ഡൗട്ടുകൾ വരുന്നത് സ്വാഭാവികമാണ്, സാരമില്ല. ഇറ്റ്സ് ഓക്കെ, ഐ ട്രസ്റ്റ് ദ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് സ്വയം സ്നേഹിക്കണം. അതും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. ഇൻസെക്യൂരിറ്റി എന്നാണ് വരുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. നന്നായിട്ട് ഹീൽ ചെയ്യണം. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പതിയെ പതിയെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. വറീഡ് ആണ്. ഓക്കെ, ഞാൻ എല്ലാ മെത്തേഡും ട്രൈ ചെയ്യണം. എല്ലാ മോഡലും നിങ്ങളെ സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങളത് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് അടി കിട്ടണം, ചില സമയത്ത് നിങ്ങൾക്ക് നല്ല കൊട്ട് കിട്ടണം, ചില സമയത്ത് നല്ല എന്ത് കിട്ടണം, ചില സമയത്ത് നിങ്ങൾക്ക് നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞു തരണം, ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം. ചിലത് അങ്ങനെ, ചില ഏത് സംഗതിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആകാന്ന് അറിയില്ല. ഇറ്റ്സ് ഓൾ ഔട്ട് ഓഫ് ലവ്. അതൊന്നും ട്രോമയായിട്ട് വരരുത്. ഓക്കെ, താങ്ക് യു. അവരായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. ഓക്കെ, സോ യു ഹാവ് ലോട്ട് ഓഫ് താങ്ക് യു സർ. ഓപ്ഷൻസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമ്മളുടെ പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് സോറി, ഹീലിംഗ് ഉണ്ടെന്ന്. അതേപോലെ തന്നെ 20-ാം തീയതി നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ചാറ്റിലൂടെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതായത് 30 ദിവസത്തെ EFT ലൈഫ് മാസ്റ്ററി ട്രെയിനിങ് പ്രോഗ്രാമാണ്. പങ്കെടുത്ത ആൾക്കാരുണ്ട്, അവരുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യുക. ഹീലിംഗ് ആണല്ലോ ഇതൊക്കെ. ഞാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഹീലിംഗ് നടക്കണം. ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നത് ഹീലിംഗിൽ നിന്ന്, ഹീലിംഗ് നടക്കാത്തതുകൊണ്ടാണ്. സോ പ്രോഗ്രാമിലേക്ക് വരൂ കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇനി ഹീലിംഗിലേക്ക് കടക്കാൻ പോവാണ്. ഹീലിംഗ് സെഷൻ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യുന്നവരെന്താ വെച്ചാൽ അതിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ഹീലിംഗിലേക്ക് കിടക്കും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഹീലിംഗ് ഉള്ളത്. ഓക്കെ, സോ കം ടു ദ പ്രോഗ്രാം, ജോയിൻ ദ ഹീലിംഗ് കമ്മ്യൂണിറ്റി. അതിൽ കൂടുതൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്, കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും സപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ ഡെപ്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഹീലിംഗ്? അബ്ദുള്ളക്കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനാജനകമായ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവും. ആ ഉള്ളിൽ മാറ്റം ഉണ്ടാകുന്നത്, ഉള്ളിൽ ഒരു ആഘാതം ഉണ്ടാവും. ആഘാതം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി നമ്മളെ വല്ലാണ്ട് അത് ബാധിക്കും. ആ ബാധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ട്രോമ എന്ന് പറയുന്നത്. എന്താണ് ട്രോമ? ട്രോമ എന്ന് പറയുന്നത് പുറത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള വേദനാജനകമായ അനുഭവമല്ല, പുറത്ത് സംഭവിക്കുന്ന കാര്യമല്ല ട്രോമ. അത് ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എന്ത് നടക്കും, നിങ്ങളുടെ ഉള്ളിൽ അതെങ്ങനെ ബാധിച്ചു, നിങ്ങളുടെ ഉള്ളിൽ അതെങ്ങനെ നിങ്ങളെ മാറ്റിമറിച്ചു. അപ്പൊ പലപ്പോഴും പല ആൾക്കാർക്കും അതെന്ത് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വല്ലാണ്ട് ഇൻസെക്യൂരിറ്റി, പേടി, കൺസേൺ, ഫിയർ സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പല രീതിയിലേക്കുള്ള സംഗതിയിലേക്ക് പോകും. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള അവസരം, അതിനെ തെറാപ്പികളിലൂടെയാണ് ഹീൽ ചെയ്യുന്നത്. EFT എന്ന് പറയുന്നത്. സോ ആ തെറാപ്പി ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നത് പ്രോസസ്സിന് പറയുന്നത് ഹീലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് എന്ത് ചെയ്യാൻ വരാം. അതിന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യാൻ വരാവുന്നതാണ്. നമ്മുടെ കോഴ്സ് ചെയ്യാം. കോഴ്സ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് വരും, കമ്മ്യൂണിറ്റിയിലേക്ക് വരും. ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ലൈവ് ഹീലിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഒരു കമ്മ്യൂണിറ്റിയാണ്, കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ അത് പഠിച്ചാലാണ് ഹീലിംഗിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂ. സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ചോദ്യം ചോദിച്ചു, ഉത്തരം നൽകി. ഇന്നത്തെ ദിവസം കൂടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ദിവസം അല്ലേ? ഓക്കെ, *1 ലൈക്ക് സർ, ഇന്നത്തെ ക്ലാസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല. എല്ലാ ദിവസവും ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ ആവില്ല. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അതിൽ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യപ്പെടേണ്ട, വിഷമിക്കേണ്ട. മനസ്സിലാവുന്നുണ്ട്? എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ ലഭിച്ചോളന്നില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. എസ് ഓർ നോ? എസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? മറ്റുള്ളവരോട് പറയട്ടെ. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്. എൻ്റെ എല്ലാ ദിവസത്തെ ക്ലാസ്സും എല്ലാ ദിവസത്തെ സംഗതികളും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ ആവണം. അതൊരു പെർഫെക്ഷനിസം തിങ്കിങ് ആണ്. അത് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കും. എനിക്കല്ല ദുഃഖം ഉണ്ടാക്കുക, നിങ്ങൾക്കാണ് ദുഃഖം ഉണ്ടാക്കുക. അപ്പൊ അത് വിട്ടുകളയാം, ആ എക്സ്പെക്ടേഷൻസ് വിട്ടുകളയാം. ഓക്കെ, ഓരോന്ന്
ഇതായ ബ്യൂട്ടി കേട്ടോ. ഷൈല ചോദിച്ചത് എത്രയാണ് ക്യാഷ് ഹീലിംഗിന്? ഹീലിംഗ് നമ്മൾ ഹീലിംഗിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരുന്നത് 10,000 rupees ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് 8,000 rupees. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ അത് എന്തായാലും കോഴ്സ് എന്ന് വെച്ചാൽ ഫീ കൂടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത ചാറ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് മെസ്സേജ് അയക്കാം കേട്ടോ. എക്സ്പെക്ടേഷൻസ് ഒക്കെ വിട്ട് കളയുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചോദ്യം ചോദിച്ചാൽ ആളോട് പറയാണ്, എക്സ്പെക്ടേഷൻസ് വിട്ട് കളയുക. ഓരോ പ്രോഗ്രാമിലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കും. എല്ലാം നല്ലതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യണം. ചില ക്ലാസ്സുകൾ നല്ലതാണ്, ചില ക്ലാസ് ഇങ്ങനെയാണ് കിട്ടാറുള്ളത്, അത് നല്ലതാണ്. എല്ലാത്തിലും നമുക്ക് എന്ത് അറിവുണ്ട് അത് കണ്ടെത്താനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, സ്പിരിച്വൽ കോഷ്യന്റ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ ആവും. ആൻഡ് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല, ഇതായിട്ട് ഫീൽ ചെയ്തില്ല, അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, ആൻഡ് ദാറ്റ്സ് ആൾസോ ഓക്കെ. അത് ഓക്കെയാണ്. കാരണം അങ്ങനത്തെ ഒരു ഫീലിങ്സ്, ഇഷ്ടപ്പെടായ്മ വരുന്നു, അതും ഓക്കെയാണ്, അതും നാച്ചുറലാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ദാറ്റ്സ് ആൾസോ ഗുഡ്. എവറിത്തിങ് ഈസ് ഗുഡ്. ഓക്കെ, താങ്ക് യു. ഞാന് എന്താ പറയാ, ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. 10 മണി കഴിഞ്ഞാൽ മൊബൈല് വേണ്ട. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ, കയറിയിട്ടുള്ളൂ. എപ്പോഴും ലേറ്റ് ആണ് കിടക്കാന്, 12 മണിയാണ് ഇവിടുത്തെ സമയം. അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ച് മൊബൈല് 10 മണി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണ്ടെന്ന് പ്രാവർത്തികമാക്കണം. പിന്നെ ഞാൻ സാറ് നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഞാനിങ്ങനെയാണ്, എല്ലാം ചെയ്ത് നോക്കൂ, ഞാൻ അങ്ങനെ ആവൂല, അങ്ങനെ ചെയ്യൂല, അങ്ങനെയൊക്കെ വിചാരിക്കും, ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും, അങ്ങനെയൊക്കെ പ്രതിജ്ഞ ഒക്കെ എടുക്കും. പക്ഷെ അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സങ്കടമാണ്. അതറിയാം, അതാണ് നമ്മളിപ്പോ ഇന്നിപ്പോ പറഞ്ഞത്. ഓക്കെ, വീണ്ടും വിഷമിക്കേണ്ട, അത് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞതല്ലോ, അത് വേണ്ട, മനസ്സിലൊന്നും എടുക്കണ്ട. അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇപ്പൊ ഈ 10 മണിക്ക് ഫോണൊന്നും ഇനി ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം, കടുത്ത തീരുമാനം എടുത്തു, അതിന്റെ പേരിൽ പിന്നെ സ്ട്രെസ് അടിക്കരുത്. അറിയാതെ ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ അതെ, ഞാൻ അത് ആ കാര്യത്തിലില്ല, തോന്നുന്നുണ്ട്, പറയാൻ പറ്റില്ല. പിന്നെ കമന്റ് വന്നിട്ടുണ്ട്, വേറെ കമന്റ് വന്നു, ഇന്നത്തെ സാറിന്റെ മൂഡ് ശരിയല്ലാത്ത പോലെ. അങ്ങനെയൊന്നുമില്ല, എന്റെ മൂഡ് ഓക്കെയാണ്. ഞാൻ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തേ ഉള്ളൂ. സാർ പറഞ്ഞ മെത്തേഡ് ചിലർക്ക് പിടിച്ചില്ല. അതായത് ചില മെത്തേഡുകളാണ്, അത്രേ ഉള്ളൂ. അതെന്താ വെച്ചാൽ ഞാൻ മനഃപൂർവ്വം അപ്ലൈ ചെയ്യുന്ന, അതായത് എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചില ദിവസം നിങ്ങൾ അത് പിടിച്ചു കുലുക്കണം. എനിക്കിഷ്ടായി എന്തായാലും. എന്തായാലും ചില സമയം ആണോ, ചില ആൾക്കാർക്ക് അത് നന്നായിട്ട് വർക്കൗട്ട് ആവും. എന്താ വെച്ചാല് ചിലപ്പോ ഇങ്ങനെ പിടിക്കുമ്പോഴേ ശരിയാണല്ലോ, മനസ്സിലാവും. എനിക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞത്. അതെ, വെരി ഗുഡ്. അപ്പൊ അത് അങ്ങനെ കണ്ടാൽ മതി, മനസ്സിലാവുണ്ടോ? പല ദിവസങ്ങളിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കില്ല, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പക്ഷെ ഹീലിംഗിന്റെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, എല്ലാം ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മൂഡിന് ഒരു പ്രശ്നമില്ല, ഐ എം റിയലി ഹാപ്പി. കാരണം ഇനിയിപ്പോ ഹീലിംഗിലേക്ക് കിടക്കാൻ പോകും. മൂഡ് ശരിയില്ലെങ്കിൽ ഹീലിംഗിൽ ഇരിക്കാനേ പാടില്ല. ഓക്കെ, മനസ്സിലാക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്. 2 അടി കൊടുക്കണമൊക്കെ നല്ലതാണ് സാറേ. എന്താണ്? ഇടക്ക് 2 അടി കൊടുക്കണമൊക്കെ നല്ലതാണ്. ഇടയ്ക്ക് അതായത് ഐ മീൻ അതെന്താ വെച്ചാൽ അതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു തോട്ട് പാറ്റേൺ ബ്രേക്ക് ചെയ്യാന്ന് പറയും. സൈക്കോളജിയിൽ ഒരു മെത്തേഡാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന രീതി ഉണ്ടാവും. ചെറിയൊരു ഷോക്ക് കൊടുക്കുക, ട്രോമ അല്ലാത്ത രീതിയിലുണ്ടാവും. അതായത് ചില സംഗതികളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് പാരന്റിങ് 3 രീതിയിലുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഇവിടെ പിടിച്ചിട്ട് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു രക്ഷിതാവിനെ പോലെ എന്നെ ഏൽപ്പിച്ചേക്കാണ്, ഒരു കോച്ച് പോലെ. എന്നിട്ട് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, നന്നാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണം, ഗൈഡ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ ട്രെയിൻ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ഒരു പാരന്റിങ് അവിടെ നടക്കുന്നു. അപ്പൊ ഈ പാരന്റിങ്ങിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പാരന്റിങ് ഒരിക്കലും എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചില സമയങ്ങളിൽ നമ്മൾ പക്ഷെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, നിലപാടുകൾ പറയണം. നല്ല പാരന്റിങ് എന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡെമോക്രാറ്റിക് പാരന്റിങ് പറയും. ഒന്ന് ലിബറൽ പാരന്റിങ് ഉണ്ട്, അതായത് എന്തും അവർ പറയുന്നതനുസരിച്ച് വിട്ടുകൊടുക്കും, അവരുടെ ഇഷ്ടങ്ങൾക്ക്, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കും. അടുത്തെന്ന് പറയുന്നത് എന്താണ്, അതോറിറ്റേറിയൻ പാരന്റിങ്, അത് ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന പാരന്റിങ്.
ഓക്കെ, അങ്ങനെയായിട്ട് കണ്ടു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് അതോറിറ്റേറ്റീവ് എന്ന് പറയും. അതായത് ഡെമോക്രാറ്റിക് പാരന്റിംഗ് എന്ന് പറയും. സ്വാതന്ത്ര്യമുണ്ടോ, സ്നേഹമുണ്ടോ? അപ്പൊ സ്നേഹത്തിന്റെയും കമ്പാഷന്റെയും ഒരു മിക്സിലുള്ള ഒരു അപ്രോച്ച് ഒരു സൈഡിൽ. ചില സമയത്ത് എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്ത് അത് ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശരിയാവില്ല. സോ ദാറ്റ്സ് എ ഹെൽത്തി വേ ബൗണ്ടറീസ്. അപ്പോഴാണ് എന്താ വെച്ചാൽ ആൾക്കാർ അവെയർ ആവുകയുള്ളൂ, ചില സമയത്ത് ഒരു ബോധം വരുള്ളൂ. അപ്പൊ അത് ചെറിയ ഷോക്കുകളാണ്. ആ ഷോക്കുകൾ എന്ന് വെച്ചാൽ ഉണർത്താൻ ആവശ്യമാണ്. ദാറ്റ് ഇസ് ആൾസോ എ മെത്തേഡ്. നിങ്ങളുടെ തോട്ട് പാറ്റേൺ ഇങ്ങനെ പോകുന്നതിൽ നിന്ന് ഇടയ്ക്ക് നിങ്ങൾക്ക് ചെറിയ ഷോക്ക് പോലെ സാധനം തരുമ്പോൾ ശരിയാണല്ലോ എന്ന് മാറി ചിന്തിക്കും. ചില സമയത്ത് ആവശ്യം, ചില ആൾക്കാർക്ക് അത് ആവശ്യം. സോ ദാറ്റ് ഇസ് ദ ഓൺലി സ്ട്രാറ്റജി ദാറ്റ് ഐ യൂസ് ടുഡേ, ഡിഫറെന്റ് മെത്തേഡ്. അപ്പൊ ഞാനത് ചുമ്മാ രസകരമാക്കാൻ വേണ്ടി പറഞ്ഞത് എന്റെ വേറെ മൂടാന്നൊക്കെ കേട്ടോ. അതൊക്കെ ഒരു രസകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ്. എനിവേ, ഹാവ് എ ഗ്രേറ്റ് ഡേ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അശ്രു പറയുന്നു ലൈക്ക് യു നോ വാട്ട് ഇസ് ദാറ്റ്, ഐ എം ട്രൈങ് ടു സ്ലീപ്പ് അറ്റ് 10 o'clock. സൂപ്പർ, വെരി ഗുഡ്. 10 മണിക്ക് ഉറങ്ങാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹീലിംഗിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പങ്കെടുത്ത എല്ലാവർക്കും. ഓക്കെ.